പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി ഉഷസായി 42-ാം ദിവസം. സെഫാനിയ പ്രവാചകന്റെ ഗ്രന്ഥം 3-ാം അധ്യായം 17 മുതൽ 18 വരെയും 20 തിരുവചനങ്ങൾ. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട്. നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും. തൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും. ഉത്സവ ദിനത്തിലെന്ന പോലെ അവിടുന്ന് നിന്നെക്കുറിച്ച് ആനന്ദഗീതം ഉതിർക്കും. ഞാൻ നിന്നിൽ നിന്ന് വിപത്തുകളെ ദൂരീകരിക്കും. നിനക്ക് നിന്ദനമേൽക്കേണ്ടി വരികയില്ല. അന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന അന്ന് ഞാൻ നിങ്ങളെ സ്വദേശത്തേക്ക് കൊണ്ടുവരും. നിങ്ങൾ കാണുകെ നിങ്ങളുടെ സുസ്ഥിതി ഞാൻ പുനഃസ്ഥാപിക്കുമ്പോൾ നിങ്ങളെ എല്ലാ ജനതകളുടെയും ഇടയിൽ ഞാൻ പ്രഖ്യാതരും പ്രകീർത്തിതരും ആക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, പുനരുദ്ധാരണത്തിൻ്റെ സുവിശേഷ കാഹളമാണ് സെഫാനിയ പ്രവാചകൻ വിളിച്ചു പറയുന്നത്. വിജയകാഹളം മുഴക്കുന്ന ഒരു ജനതയുടെ സുവിശേഷത്തിൻ്റെ സന്ദേശമാണ് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുക. എല്ലാ പരാജയങ്ങളുടെയും അവസാനം അവൻ്റെ വിജയകാഹളം ഉയർന്നു കേൾക്കാനാവും. അവൻ്റെ ജനത ശാശ്വതമായ ആനന്ദഗീതം ഉതിർക്കും. നമ്മുടെ സ്ഥിതി പുനഃസ്ഥാപിക്കപ്പെടും. എല്ലാ ജനതകളുടെയും മധ്യേ നാം പ്രകീർത്തിക്കപ്പെടും. അടിച്ചമർത്തിയവരുടെ ഇടയിലും അധർമ്മികളുടെ നടുവിലും നാം തലയെടുപ്പോടെ നിൽക്കും എന്ന് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത് എന്ന് പറഞ്ഞാണ് സെഫാനിയ പ്രവാചകൻ തൻ്റെ വചനം അവസാനിപ്പിക്കുക. കർത്താവിൻ്റെ വചനം നിറവേറുക തന്നെ ചെയ്യും. അന്ന് അധർമ്മികൾ നമ്മളെ നോക്കി പറയും, ഇവനെയല്ലേ നമ്മൾ തകർക്കാൻ ശ്രമിച്ചത്, ഇവനെയല്ലേ നമ്മൾ പരിഹസിച്ചത്, ഇവനല്ലേ നമ്മുടെ നടുവിൽ പീഡിപ്പിക്കപ്പെട്ടത്, ഇവനെ സംഘം ചേർന്ന് നമ്മൾ തകർക്കാൻ ശ്രമിച്ചതല്ലേ എന്ന് നമ്മെ നോക്കി അധർമ്മികൾ സംശയത്തോടെ അപ്രകാരം പറയും. എന്തെന്നാൽ നമ്മുടെ സ്ഥിതിയെ അവിടുന്ന് പുനഃസ്ഥാപിക്കും. ജനതകളുടെ നടുവിൽ പ്രഖ്യാപിതരായി നാം ഉയർത്തപ്പെടും. എന്തെന്നാൽ അത് കർത്താവിൻ്റെ നീതി നടത്തലാണ്. അന്ന് ദൈവത്തിൻ്റെ നീതി നടപ്പിൽ സ്വർഗം ആനന്ദിക്കും, സന്തോഷിക്കും. ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും അന്ന് സംജാതമാകും. നീതിമാന്മാർ ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് അവിടുത്തെ നിത്യകാലം ആരാധിക്കും. ആനന്ദം കൊണ്ട് അവരുടെ ഹൃദയം നിറയും. സാന്ത്വന സ്നേഹം കൊണ്ട് അവരുടെ മനസ്സ് കവിയും. അങ്ങനെ എല്ലാറ്റിനും ഉപരിയായ ദൈവത്തിൻ്റെ ഭരണം, അവിടുത്തെ വിജയം എന്നേക്കും ശാശ്വതമായി പുനഃസ്ഥാപിക്കപ്പെടും. അടിച്ച് തകർക്കുകയും
പണിത് ഉയർത്തുകയും ചെയ്യുന്ന കർത്താവിൻ്റെ നീതിയാണ് സംഭവിക്കുന്നതെന്ന് സെഫാനിയ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് അവൻ്റെ സ്നേഹസാന്ത്വനം അനുഭവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. വിജയശ്രീലാളിതനായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് തന്നെ യുദ്ധം ചെയ്യണമേ. എൻ്റെ ജീവിത യുദ്ധഭൂമിയിൽ എന്ന പോലെ പരിഭ്രാന്തി പരത്തുന്നു. എനിക്ക് വേണ്ടി അങ്ങ് യുദ്ധം ചെയ്യണമേ. മോശയോടുകൂടെ ഈജിപ്തിലേക്ക് പോയ ദൈവമേ, എൻ്റെ കൂടെ എൻ്റെ ജീവിത വഴികളിൽ അങ്ങ് വരണമേ. അതിജീവനത്തിൻ്റെ അഭിഷേകം എനിക്ക് തരണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.